ഗായ്സ്, അപ്പോൾ നമ്മളിത് സീ ഫുഡ് ബക്കറ്റ് കഴിക്കാൻ വന്നതാട്ടോ. കരാമയിലുള്ള ഡേ ഫിഷ് സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഉള്ളത്. നമ്മൾ പേരും നമ്പറും കൊടുത്തിട്ടുണ്ട്. 25 മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നല്ല തിരക്കുണ്ട് കേട്ടോ, സൺഡേ ആണ്, അതുകൊണ്ടായിരിക്കണം. ഓ, വെയിറ്റ് ചെയ്തതിനൊരു റിസൾട്ട് ഉണ്ടാവോ? വെയിറ്റ് ആക്കാം. കണ്ണുനട്ട് കാത്തിരുന്നിട്ടും അവർ നമ്മളെ വിളിച്ചില്ല ഗൈസ്. 25 മിനിറ്റ് കഴിഞ്ഞിട്ടും ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു മാംഗോ ജ്യൂസൊക്കെ കുടിച്ചു. ലാസ്റ്റ് അങ്ങനെ ഞങ്ങളുടെ ടേണായി ഗൈസ്. ഞങ്ങളവിടെ പോയിരുന്നു. എന്നിട്ടൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം പതിമുഖം വെള്ളവും, ഇതെന്താ ജ്യൂസാണോ ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ആകാംക്ഷയോടെ ഞാൻ കുടിച്ചു. അങ്ങനെ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കിയത്. തീരെ കൊള്ളില്ലായിരുന്നു. എന്തോ ഇഞ്ചിയും മിൻറ്റൊക്കെ മിക്സാക്കിയ പോലത്തെ ഒരു വെള്ളമായിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ മുഖം വെറുപ്പിച്ചിരിക്കുമ്പോഴാണ് അവിടെ കുടത്തിൽ നല്ല മോരിരിക്കുന്നത് കണ്ടത്. അങ്ങനെ മോരെടുത്ത് മോന്തി കുടിച്ചു. അങ്ങനെ കാത്തിരിപ്പിൻ്റെ അവസാനം സാധനം എത്തി മക്കളെ. നമ്മളല്പം ലേറ്റായിട്ടാണ് കേട്ടോ ഈ സീ ബക്കറ്റ് ട്രൈ ചെയ്യാൻ വരുന്നത്. എന്നാലും കുഴപ്പമില്ല, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ വാഴയിലേൻ്റെ ആ മണവും അതിൻ്റെ കൂടെ പൊറോട്ട, പിന്നെ ചോറും, പിന്നെ അതാ നമ്മുടെ സീ ഐറ്റംസ് വരുന്നുണ്ട്. ക്രാബ്, പ്രോൺസ്, ചോളം, പിന്നെന്താ കക്ക, കല്ലുമ്മക്കായി എല്ലാം മിക്സായിട്ടുള്ളൊരു സാധനം. വായിന്ന് ചെറുങ്ങനെ വെള്ളം വന്നു കേട്ടോ. എന്തായാലും കഴിച്ചു നോക്കട്ടെ. ഞണ്ടിനെ കണ്ട ആക്രാന്തത്തിൽ ഞാൻ അതിനെടുത്തിട്ട് ആടെ ഏടെയൊന്നും ഇല്ലാണ്ട് മേടിച്ച് കടിച്ച് തിന്നു കേട്ടോ. മസാലയ്ക്ക് അടിപൊളിയാണ്, സംഭവം എന്തായാലും കിടുവാണ്. പക്ഷെ 160 AD ഇല്ല കേട്ടോ. ഈ ക്രാബ്, പ്രോൺസ്, പിന്നെ കല്ലുമ്മക്കായി ഇതന്നെ റിപ്പീറ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ്. അപ്പോൾ ഒരു വട്ടം ഒന്ന് കഴിച്ചു നോക്കേണ്ട സാധനം തന്നെയാണ്.